Hi everyone, this is Yabin Say from Evika, and finally iOS 26.5.1 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10 GB ആണ് എൻ്റെ ഡിവൈസിൽ വന്നിരിക്കുന്നത്. iPhone 17 മിക്കവാറും എല്ലാ ഡിവൈസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു അൺസർട്ടനിറ്റി ഉണ്ട്. iPhone 17 സീരീസിൽ മാത്രവും iPhone Air സീരീസിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്തിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ macOS 26.5.1 ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ യാതൊരു അപ്ഡേറ്റും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. WatchOS, iPadOS എന്നിങ്ങനെ യാതൊരു അപ്ഡേറ്റും കൊണ്ടുവന്നിട്ടില്ല. iPhone 17 സീരീസിൽ തന്നെ ഈ ഒരു അപ്ഡേറ്റ് സൈസ് 10 GB 12 GB വരെയൊക്കെ പോകുന്ന ഒരു റിപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു 10 GB സൈസ് ഉണ്ടായിട്ട് പോലും പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ തന്നെ ഈ ഒരു അപ്ഡേറ്റ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഒരു 10 GB അപ്ഡേറ്റ് സൈസിൻ്റെ ആ ഒരു കാര്യമൊന്നും നമുക്ക് തോന്നുന്നില്ല. അതോടൊപ്പം ചെറിയൊരു കാര്യം അല്ലെങ്കിൽ ഒരു ബഗ് റിസോൾവ് ചെയ്യാനായിട്ട് 10 GB സൈസ് ആപ്പിൾ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് മേ ബി ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും നടക്കുന്നുണ്ടാവാം. ഇതേപോലുള്ള പുതിയ പുതിയ ആപ്പിളിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വാൾപേപ്പർ പാക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓരോ വാൾപേപ്പേഴ്സും ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ടാവും. സോ ദിസ് ഇസ് യബിൻ സേവിയ, വെൽക്കം ബാക്ക് ടു എവിക. ഏറ്റവും ആദ്യം ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ ജനറൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുക. ഇവിടെ അപ് ടു ഡേറ്റ് എന്നുണ്ട്. മോഡ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് iOS 26.5.1 എന്ന് കാണാൻ പറ്റും. അവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. 23F81 എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത്. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് പുതിയൊരു മോഡേൺ ഫേംവെയർ ഒന്നും ലഭിക്കുന്നില്ല. ടെക്നിക്കലായ ഇഷ്യൂസ് നേരത്തെ ഉണ്ടായ അപ്ഡേറ്റിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഈ ഒരു അപ്ഡേറ്റിലും പേഴ്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് ആപ്പിൾ ഈ ഒരു പുതിയ iOS 26.5.1 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ കൊണ്ട് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് ആപ്പിൾ ഒഫീഷ്യലി ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നത് കാണാൻ പറ്റും. ചില ഐഫോൺ സീരീസ് അല്ലെങ്കിൽ ചില യൂസേഴ്സ് iPhone 17 സീരീസും അതോടൊപ്പം എയർ സീരീസ് യൂസ് ചെയ്യുന്ന ചില യൂസേഴ്സിന് ഐഫോൺ പെട്ടെന്ന് ഡ്രെയിൻ ഔട്ടായി പോവുക, അതിനുശേഷം വയറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ USB-C ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ ചാർജ് കയറുന്നില്ല, അത് പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നിങ്ങനെ കുറച്ച് ഇഷ്യൂസ് കാണുന്നുണ്ടായിരുന്നു. ആ ഒരു മേജർ ബഗ് ആപ്പിൾ റിസോൾവ് ചെയ്യാനാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ എല്ലാവരുടെയും കയ്യിൽ മാക്സേഫ് ആക്സസറീസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മാക്സേഫിൽ ചാർജ് ചെയ്യാനുള്ള ഡിവൈസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വയർ ചാർജിങ് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഡിവൈസിൻ്റെ ചാർജ് ഇറങ്ങിപ്പോൾ കഴിഞ്ഞ അപ്ഡേറ്റിൽ ഞാനൊരു വീഡിയോ റിലീസ് ചെയ്തപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു, ഞാൻ ചാർജ് കുത്തിയിട്ടിട്ട് നമ്മുടെ സ്റ്റാൻഡ് ബൈ മോഡ് ഇട്ടാലും ഡിവൈസിൻ്റെ ചാർജ് ഇറങ്ങി പോകുന്നുണ്ട്, എന്താണ് ബ്രോ പ്രശ്നം എന്ന്. മേ ബി ഇതേപോലെ കഴിഞ്ഞ അപ്ഡേറ്റിലുണ്ടായ ഒരു ബഗ്ഗായിരിക്കാം എല്ലാ യൂസേഴ്സിനും ബാറ്ററി ഡ്രെയിൻ ആവുന്ന ഒരു പ്രവണത കൊടുക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് iOS 26.5.1 എന്ന ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എല്ലാ യൂസേഴ്സിനും കൊടുത്താലാണ് ഒരു യൂണിഫോമിറ്റി ആയിട്ടുള്ള കറക്റ്റ് നല്ല ബഗ് ഫിക്സ് എല്ലാ യൂസേഴ്സിനും കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു മേജർ ബഗ് iOS 26.5.1 ആപ്പിൾ റിസോൾവ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് കൊണ്ടുവന്ന് നമുക്ക് നോക്കാം. നേരെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് പേജ് എടുക്കാം. ഇതിൻ്റെ ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും iOS 26.5.1 യാതൊരു പബ്ലിഷ് ചെയ്ത CVV എൻട്രീസും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വിച്ച് മീൻസ് ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് റിലീസ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു എൻട്രീസും ഇവിടെ ഒഫീഷ്യലായിട്ട് ആപ്പിൾ കൊടുത്തിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഈ അപ്ഡേറ്റിന് ശേഷമുള്ള പെർഫോമൻസ്, ബാറ്ററി ഇഷ്യൂ ആൻഡ് ഓവറോൾ തേർമൽ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പെർഫോമൻസ് അത്ര സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരിക്കലും സ്മൂത്ത്നെസ് സ്പീഡായിട്ട് കരുതരുത്. ഈ പറയുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് ഡിവൈസിൽ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ എക്സ്ട്രീമായിട്ട് നമ്മുടെ ഡിവൈസിൻ്റെ റാം യൂസേജ് വരുമ്പോഴൊക്കെയാണ് പെർഫോമൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സ്മൂത്ത്നെസ് എന്ന് പറയുന്നത് ഫ്രെയിം റേറ്റ് ആണ്. കണ്ടോ, ഈ ഒരു ഫ്രെയിം റേറ്റ് ആണ് സ്മൂത്ത്നെസ് എന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ വാൾപേപ്പർ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് അവിടെ ഒരു എന്താ പറയുക സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ദേ വാൾപേപ്പർ ജമ്പ് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്മൂത്തായിട്ട് ജമ്പ് ആവുന്നുണ്ട്. അതോടൊപ്പം ഇനി ഈ പറയുന്ന ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യാം. എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമൈസ് കൊടുക്കാം, അല്ലെങ്കിൽ ആഡ് വിജറ്റ് കൊടുക്കാം. ആഡ് വിജറ്റ് കൊടുത്ത്
ജസ്റ്റ് ഇങ്ങനെ പോയി കണ്ടു ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. ചില സമയത്ത് എനിക്ക് ക്ലട്ടറിങ് ഫീൽ ചെയ്തു, എസ്പെഷ്യലി ഈ പറഞ്ഞ പേജ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു ക്ലട്ടറിങ് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എനിക്ക് ചെറിയൊരു സ്മൂത്ത്നെസ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. പെർഫോമൻസ് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഗെയിം കളിച്ച് നോക്കിയപ്പോഴും ഫ്രെയിം റേറ്റ് ഡ്രോപ്പ് ആവാതെ തന്നെ എനിക്ക് ഗെയിമിങ്ങും ബാക്കി കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യമാണ് അടുത്തത്. നേരെ സെറ്റിങ്സിലേക്ക് പോകാം. ബാറ്ററി ഹെൽത്ത് നോക്കുമ്പോൾ ഇപ്പോൾ 92 ബാറ്ററി ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട്. 301 എൻ്റെ ബാറ്ററി സൈക്കിൾ കൗണ്ടായിട്ട് വന്നിരിക്കുന്നത്. 301 എന്ന് പറയുമ്പോൾ ഇത്രയും നാൾ ഏകദേശം 6-7 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടും അത്യാവശ്യം നല്ല രീതിക്ക് ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്നെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ചാർജിങ് പാറ്റേൺ ആണ്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും 90% ആണ് എൻ്റെ ബാറ്ററി ചാർജിങ് പാറ്റേൺ ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ബാറ്ററി ട്രിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. നിങ്ങൾക്കത് കാണുകയാണെങ്കിൽ കറക്റ്റ് ഐഡിയ കിട്ടും എങ്ങനെയാണ് ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് ഒരു 6-7 മാസം ഒരു 6 അല്ലെങ്കിൽ 5% മാത്രം കുറയ്ക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. സോ ബാറ്ററിയും എനിക്ക് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. തേർമൽസ് ആണ് ഒന്ന് എന്താ പറയുക എടുത്തു പറയേണ്ട കാര്യം. ഡിവൈസ് ഇത്രയും നേരം ഞാൻ യൂസ് ചെയ്തിട്ടും യാതൊരു ചൂടോ അതോടൊപ്പം ഇഷ്യൂസോ ഫീൽ ചെയ്യുന്നില്ല. ബാക്കിലായാലും സൈഡ് വീൽസിലായാലും എനിക്ക് വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളേക്കുള്ളിൽ തന്നെ iOS 26.6 ബീറ്റ 2 റിലീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കാത്തിരിക്കുന്നതും ജൂൺ 8 വരാൻ പോകുന്ന WW26 വേണ്ടിയാണ്. WW26 നമുക്ക് iOS 27, iPadOS, macOS, visionOS എന്നിങ്ങനെ എല്ലാ പുതിയ സോഫ്റ്റ്വെയർസും നമുക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു ഇവൻറ്റിന് ശേഷം തന്നെ ഡെവലപ്പർ ബീറ്റാസ് ആയിട്ട് ആപ്പിൾ പുതിയ iOS 27 റിലീസ് ചെയ്യും. ആൻഡ് മിക്കവാറും ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ മിഡ് ഓഫ് ജൂലൈ തന്നെ പബ്ലിക് ബീറ്റയും റിലീസാവും. അതിനുശേഷം സെപ്റ്റംബർ വരെയും നമുക്ക് ബീറ്റാസ് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് സെപ്റ്റംബറിലായിരിക്കും ലഭിക്കാൻ പോകുന്നത്. സെപ്റ്റംബറിൽ തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ iPhone 18 Pro സീരീസും റിലീസാവുന്നത്. ഈ ഒരു ഡിവൈസിന് തൊട്ട് മുമ്പ് ഒഫീഷ്യൽ അപ്ഡേഷനും നമുക്ക് ലഭിക്കും. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന പ്രഡിക്ഷൻസും അതോടൊപ്പം ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. iOS 26.5.1 ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതേപോലത്തെ അടിപൊളിക്കാലം നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കിടിലം വാൾപേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ എവിക്കയുടെ കമ്മ്യൂണിറ്റി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് എബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.